ഇന്നലെ കോവക്കുപ്പേരി ആക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കുനുകുന അരിയണമെന്ന് ഇങ്ങനെ പിടിച്ചിട്ട് കുനുകുന അരിയാൻ വേണ്ടി പറഞ്ഞതില്ലേ. ഇന്ന് നമുക്ക് കുറേ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. കാരണം ചെറിയ വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു സാമ്പാറും ഈ കൈപ്പക്ക വറവും. നമ്മുടെ നാട്ടിൽ കൈപ്പക്കാന്ന് പറയും, നിങ്ങളുടെ നാട്ടിൽ പാവക്കാന്ന് പറയും. നിങ്ങളുടെ നാട് പറയുമ്പം മറ്റേ അക്ഷരസ്ഫുടതയിലെ കുറേ ആൾക്കാരെ നാടുകളില്ലേ, അത് നല്ല 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 അക്ഷരസ്ഫുടതയോട് സംസാരിക്കുന്ന കൊല്ലക്കാരവർക്കെല്ലാം നല്ല അക്ഷരസ്ഫുടതകളല്ലേ. അങ്ങനെയുള്ളവരൊക്കെ പാവക്കാന്ന് പറയുമായിരിക്കും. എൻ്റെ നാട്ടിൽ കണ്ണൂരാന്ന് ഞാൻ നമ്മൾ കൈപ്പക്കാന്ന് പറയുന്നത്. അപ്പം എനിക്ക് ഇന്ന് കൈപ്പക്കി സാമ്പാറും. എന്നെ പോലെയുള്ള മടിച്ചുകൾക്ക് എളുപ്പത്തിൽ എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാം, ഷടപട ഒന്നും ചെയ്യാനില്ല, ഷടപടാന്ന് എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാം, ഒന്നും ചെയ്യാനില്ല എന്നല്ല, ചെറിയ കാര്യങ്ങളെ ചെയ്യാനില്ല, എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ഇന്നലെ ഞാൻ ഗ്യാസിൻ്റെ കാര്യം പറഞ്ഞിട്ട് നിങ്ങളോട്, അതുകൊണ്ട് ഞാൻ ഇന്ന് ഇൻഡക്ഷനിലാണ് ചോറ് വെക്കുന്നത്. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇതിൻ്റെ പാത്രമില്ല, അതുകൊണ്ട് ഇതാ ഇങ്ങനത്തെ പാത്രങ്ങളേ ഇല്ലൂ. ഇതിൻ്റെ പാത്രം അറിയുന്നവർ എന്തെങ്കിലും ലിങ്ക് എടുത്തിടണേ. ഇന്നലെ കോവക്കുപ്പേരി ആക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കുനുകുന അരിയണമെന്ന് ഇങ്ങനെ പിടിച്ചിട്ട് കുനുകുന അരിയാൻ വേണ്ടി പറഞ്ഞതില്ലേ. അതുപോലെ തന്നെയാണ് പാവയ്ക്ക് അരിയാനായിട്ട്. എന്താ വെച്ചാൽ വേഗം വേവും ഇത്. അപ്പം ഇതിൽ പാവയ്ക്ക് എടുത്തിട്ടുണ്ട്, നമ്മൾ സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ സവാള ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ തക്കാളി ചേർക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നല്ല കയ്പുള്ള പാവയ്ക്കാണെങ്കിൽ കയ്പ് കുറച്ച് കുറഞ്ഞു വരും, അതിന് വേണ്ടിയിട്ടാണ് തക്കാളി ചേർത്തിനെ. അപ്പം നമുക്കിത് ഉണ്ടാക്കാൻ പോവാം. ഇതില്ലേ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ചേർക്കണ്ടൂ കേട്ടോ, വേറെ പൊടികളൊന്നും ചേർക്കണ്ടേ. പിന്നെ തേങ്ങ ചേർക്കുന്നവർക്ക് ചേർക്കാട്ടെ, തേങ്ങ ചേർത്താലും നല്ല രസമാണ്. ഞങ്ങൾക്കിന്ന് ഇവിടെ തേങ്ങയില്ല, അതുകൊണ്ടാണ് ഞാൻ തേങ്ങ ചേർക്കാനാണ്. തേങ്ങയും കൂടി ചേർത്താൽ അടിപൊളിയായിരിക്കുമേ. ചട്ടി ചൂടായിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചെറുങ്ങനെ ഒന്ന് ചൂടാവുമ്പോൾ എപ്പോഴും ഇടുന്ന പോലെ കടുകിടാം. കടുകൽ ഇഷ്ടമില്ലാത്തവരുണ്ടാവും കേട്ടോ, എന്തെങ്കിലും വേണം ഒഴിവാക്കി. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കി. നമ്മളത് കടുകൽ ഉപയോഗിക്കും. പിന്നെ ഇതിൽ കുറച്ച് ഒരിച്ചിരി പൊടീശ ജീരകം ഇടും. ചോറ് അപ്പുറത്തത് വെട്ടി തിളക്കുന്നുണ്ട്. കടുക് പൊട്ടുന്ന വെച്ചേക്കുന്നില്ലേ, അടുക്ക് പൊട്ടുമ്പോൾ കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ ഈ കുഴച്ച് വെച്ച ഈ പാവൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് തട്ടാം. എല്ലാം കൂടി മിക്സാക്കി കൊടുക്കണം കേട്ടോ. ചെറു തീയിൽ വേവിക്കുവാണ് വേണ്ടത്. വെള്ളമൊന്നും ഒഴിക്കണ്ടേ, വെള്ളം ഒഴിച്ചാൽ വേറെ ടേസ്റ്റ് വേറെ ആവും. വെള്ളമൊന്നും ഒഴിക്കണം തീയിൽ കേട്ടോ. കുറച്ച് സമയം വേവട്ടെ. ഇടയ്ക്കിടയ്ക്ക് നോക്കണേ, ഇല്ലെങ്കിൽ ഇന്നലത്തെ പോലെ ഇന്നലെ പറഞ്ഞ പോലെ അടിക്ക് പിടിക്കും. ഇടയ്ക്കിടയ്ക്കേ തുറന്ന് നോക്കണം, ഇളക്കി കൊടുക്കണം. കാരണം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ഈ ആവിയിലാണ് ഇത് വേവേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ ചുവന്ന പരിപ്പാന്ന് ഞാൻ എടുക്കലേന്ന്. ചുവന്ന പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ഇത് ബീൻസാണ്. ബീൻസ് എടുത്തിട്ടുണ്ട്. എന്നാ പറയലിപ്പോൾ വഴുതിനങ്ങ, പിന്നെ തക്കാളി, ഉരുളക്കിഴങ്ങ്, വേറൊന്നുമില്ല കേട്ടോ. തക്കാളി, ഉരുളക്കിഴങ്ങ, പിന്നെ വെണ്ടക്ക. അപ്പം ഈ സമയം എടുത്ത് ചെയ്യുന്നവർ ഈ വെണ്ടക്കേനെയും നമ്മളെ വഴുതിനങ്ങനെല്ലാം വേറെ തന്നെ വെളിച്ചെണ്ണയിലിട്ട് വഴറ്റി ചെലവാന്ന് എടുക്കില്ല. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് എളുപ്പപ്പണിയിലാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. പച്ചമുളക് ഉണ്ടായി മറക്കല്ലേ. അപ്പം ഇതെല്ലാം കൂടി ഈ പരിപ്പിൻ്റെ ഒന്ന് ചെന്ന ഇടുക. പരിപ്പിൻ്റെ ഒന്നിച്ചെന്നെ എല്ലാം എടുത്തിട്ട് വെച്ചിട്ടുണ്ടേ. ഇനി പൊടികൾ എങ്ങനെ ചേർക്കേണ്ടത് പറഞ്ഞുതരാം. പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ ഞാൻ മുളക് പൊടിയാണ് എടുക്കുന്നത്. മുളക് പൊടി കുറച്ച് ഇടുന്നുണ്ട് കേട്ടോ, കുറച്ച് മുളക് പൊടി. കുറച്ച് പറയുമ്പോൾ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതാ ഒരു സ്പൂൺ. ഓക്കെ ഒരു സ്പൂണേ. ഇനി മല്ലിപ്പൊടി
മല്ലിപ്പൊടി എന്ന് പറയുമ്പം ഇതാ ഇങ്ങനത്തെ സ്പൂണാണ് ഞാൻ എടുക്കുന്നത്. എന്ത് സ്പൂണാണെന്നോ എടുക്കുന്നത് കണ്ടോ? 1 സ്പൂൺ. എനിക്ക് ടേബിൾ സ്പൂണും ടീസ്പൂണൊന്നും പറഞ്ഞാൽ തന്നെ അറിയില്ല. ഏതാ ഇങ്ങനെ 2 സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ഇച്ചിരി കൂടി ഇട്ടേ. മഞ്ഞപ്പൊടി ഇടും. മഞ്ഞപ്പൊടിയിലൊരു 4 ഇച്ചിരിപ്പൊടി അത്രയും വേണ്ടേ. ഇനി സാമ്പാർ പൊടിയാണ്. സാമ്പാർ പൊടീൻ്റെ കാര്യം ഭയങ്കര അബദ്ധമാണ്. കാരണം ഇതാണ് എൻ്റെ സാമ്പാർ പൊടി. സാമ്പാർ മസാല എന്ന് പറയും ഇവരെ. ശരി, ഓക്കെ. ഇവരെ സാമ്പാർ പൊടി എന്ന് പറയുന്നതില്ലേ എന്തല്ലോ ആണ്. ഇതിന് സാമ്പാറിൻ്റെ ടേസ്റ്റ് കിട്ടുമെന്നറിയില്ല. നിങ്ങൾ വല്ല ഈസ്റ്റേൺ ബ്രാഹ്മിൻസൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. എൻ്റെ അടുത്ത് കഴിഞ്ഞുകൊണ്ടാണ് വേണ്ട. ഇതിപ്പോൾ സ്പൂണിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് കണ്ടോ? 1 2 പിന്നെ ഒരു കുറച്ചും കൂടി. ഓക്കെ, ഇത്തിരി ഇടണം സാമ്പാർ പൊടി. ഇനി കായവും ഇപ്പം തന്നെ ഇടുക കേട്ടോ. കുറച്ചിട്ടാൽ മതിയേ. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളം. 1 ഗ്ലാസ് പോരാ, കാരണം വെജിറ്റബിൾസ് മുങ്ങുന്നില്ല. 1 ഗ്ലാസ്സും കൂടെ ഒഴിക്കാം. അതിന് മുന്നേ ഉപ്പിടുക. അര ഗ്ലാസ് വെള്ളം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഓക്കെ. എന്നിട്ട് ഇങ്ങനെ ഇളക്കി ഒരു ലോ ഫ്ലെയിമിൽ 2 വിസിൽ. ഓക്കെ. സാമ്പാറിന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ 2 വിസിലടിക്കുക. പിന്നെ നമ്മളെ കൈപ്പക്ക വറവായിട്ടുണ്ട് കേട്ടോ. ഇനി സാമ്പാറിന് നെക്സ്റ്റ് ആവശ്യമില്ലേ പുളിവെള്ളം കണ്ടോ? പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഉണക്കമുളക് ആവശ്യമുണ്ട്, കടുക് ആവശ്യമുണ്ട്, പിന്നെ ഇതെന്നാ ഉലുവ ആവശ്യമുണ്ട്. കൂടാണ്ട് കറിവേപ്പിലയും ആണ്. ചോറായി കേട്ടാ. ചോറ് ഞാൻ ആ ബോണിയിൽ നിന്ന് ഈ കലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാലേ നമുക്ക് വാർക്കാൻ പറ്റുള്ളൂ. നമുക്ക് ചോറ് വാർക്കാം. വിശപ്പ് കുറച്ച് കൂടുതലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് കുക്കർ വിസിലടിക്കുന്ന സമയം കൊണ്ട് വാട്ടർ മെലൺ തിന്ന് തീർക്കാം. അപ്പോൾ വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ 3 വിസിലടിച്ചിന്. ആദ്യം നിങ്ങളോട് 2 വിസിൽ എന്നല്ല പറഞ്ഞതിന് ഞാൻ 3 വിസിലടിച്ചിട്ട് എനിക്കൊരു ഡൗട്ട്, പരിപ്പ് വെന്തില്ലെങ്കിലോ ഒന്ന്. അവിടെ 3 വിസിലടിച്ചിന്. നോക്കുമ്പോഴത്തേക്ക് പരിപ്പെല്ലാം വെന്ത് എല്ലാം പാകത്തിന് വെന്ത് നല്ല അടിപൊളി കുട്ടപ്പനായിട്ടുണ്ടായിന്. സന്തോഷമായി എനിക്ക്. ഇതൊന്നും ഉടഞ്ഞിട്ടില്ല. കണ്ടോ നിങ്ങൾ? എല്ലാം കണക്കായിട്ട് തന്നെ വെന്തിട്ടില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് പുളിയും വെള്ളം പിഴിഞ്ഞ് വെക്കാം. പുളിയും വെള്ളം കുറച്ച് നല്ലോണം ഇങ്ങനെ ആക്കിയിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പുളിയും വെള്ളം കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് ഇത് നല്ലോണം തിളപ്പിക്കാൻ വെക്കുമ്പോൾ നമുക്ക് അപ്പുറം വറുത്തിടേണ്ട പരിപാടി റെഡിയാക്കാം. പുളിയും വെള്ളം പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ കേട്ടോ. പിഴിഞ്ഞെന്നുള്ള നിങ്ങൾ പറയുമോ? എന്നാ പറയില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇനി നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച്. അതിലേക്ക് കടുക് ഇടുക. കടുകിട്ട് കുറച്ച് ഇതാവുമ്പോൾ നമ്മളെ ഉലുവി ഇടാം. ഉലുവി ഇട്ടിട്ട് അത് കടുക് പൊട്ടുന്ന സമയത്ത് കറിവേപ്പില ഇട്ടിട്ട് നമ്മളെ മല്ലിച്ചപ്പ് എന്ന് പറയും നമ്മളിതിനെ, മല്ലിയിലയും കൂടി ഇതിലിടണം. ഡയറക്റ്റ് സാമ്പാറിലേക്ക് ഇടുന്നതിനേക്കാളും ഇതിലിട്ട് വഴറ്റിയിട്ടിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതിൽ ഇട്ടിട്ട് പിന്നെ ഇത് കണ്ട സാമ്പാർ പൊടിയും കൂടി ഇതിൻ്റെ ഒരു സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ എല്ലാം പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് അത് സാമ്പാറിലേക്ക് ഇട്ടിട്ട് മിക്സാക്കി വെക്കാം. മക്കളെ അടിപൊളി. ഇത്ര എളുപ്പമില്ല സാമ്പാർ നിങ്ങൾക്ക് വേറെ കിട്ടൂലാക്കാൻ വേണ്ടിയിട്ട്.
ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. നമ്മളെ സാമ്പാറുമായി കൈപ്പക്ക തോരനുമായി. ഇപ്പം സാമ്പാർ ഇപ്പം എങ്ങനെ എളുപ്പത്തിൽ വെക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് കുഞ്ഞിക്ക് ചോറ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും, പക്ഷേ ആരും സബ്സ്ക്രൈബും ചെയ്യില്ല, കമൻറ്റും ചെയ്യില്ല. നിങ്ങൾ എന്തായാലും വീഡിയോസ് കാണണം കേട്ടോ. ഓക്കെ, ബൈ ബൈ.